കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ഉത്തരകാണ്ഡ 7-ാം സർഗം 59-ാമത്തെ ശ്ലോകം ആണ് ഇതുവരെ ചെയ്തു അല്ലേ. അപ്പം അതിലെന്താ പറഞ്ഞ വെച്ചാൽ ഏത് ഭക്തൻ്റെ മനസ്സ് ആണ് എന്നെ ഗംഗാജലത്തിൻ്റെ നിരന്തര പ്രവാഹം പോലെ ഗംഗാജലത്തിൻ്റെ നിരന്തര പ്രവാഹം സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്നത് പോലെ ഏതൊരു ഭക്തനാണ് എന്നെ നിരന്തരം ധാരമുറിയാതെ എന്നെ ധ്യാനിക്കണത്, അങ്ങനെയുള്ള ഭക്തന് ഞാൻ എല്ലാ തരത്തിലുള്ള മോക്ഷം കൊടുക്കാൻ തയ്യാറാണ്. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. പക്ഷെ അങ്ങനത്തെ ഭക്തന് അതൊന്നും വേണ്ട. എന്നെ സേവിച്ചും കൊണ്ടിരിക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ അങ്ങനത്തെ ഭക്തനുള്ളൂ. അങ്ങനത്തെ ഭക്തൻ ഒന്നും ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഉത്തമ ഭക്തിയോഗത്തിൻ്റെ സഹായം കൊണ്ട് ആ ഭക്തൻ എല്ലാ ത്രിഗുണങ്ങളെ അതിക്രമിച്ചിട്ട് ഞാനായിത്തീരുന്നു എന്ന്. അത്ര പരാഭക്തി കൊണ്ട് ഞാൻ തന്നെ ആയിത്തീരുന്നു. ആ ഭക്തൻ ശരിക്കും എന്നിൽ നിന്നും ഭിന്നനല്ല. ഞാൻ തന്നെയാണ് അവൻ തന്നെയാണ് ഞാൻ എന്ന് ചുരുക്കം എന്നാണ് പറഞ്ഞത് നമ്മൾ. ഇനി അതായത് 4-ാമത്തെ തരം ഭക്തിയാണല്ലോ അത്. അതായത് പരാഭക്തി. അതായത് പരാഭക്തി കൊണ്ട് ഒരു ഭക്തൻ ഭഗവാൻ തന്നെ ആയിത്തീരും എന്നാണ് പറഞ്ഞത്. ഇനി 5 ശ്ലോകം ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത്. മഹതാ കാമഹീനേന സ്വധർമാചരണേന ച കർമ്മയോഗേന ശസ്തേന വർജിതേന വിഹിംസനം മദ്ദർശനസ്തുതി മഹാപൂജാഭിസ്മൃതിവന്ദനൈ ഭൂതേഷു മദ്ഭാവനായ സംഗേന സത്യവർജനൈ ബഹുമാനേന മഹതാം ദുഃഖിനാമനുകമ്പയാ സ്വസമാനേഷു മൈത്ര്യാ ച ശമാദീനം നിഷേവയാ വേദാന്തവാക്യശ്രവണാൻ മമ നാമാനുകീർത്തനാൽ സത്സംഗേനാർജവേനൈവ ഹ്യഹമ പരിവർജനാൽ. 64 കാംക്ഷയാമലധർമ്മസ്യ പരിശുദ്ധാന്തരോ ജനഃ മദ്ഗുണശ്രവണാദേവ യാതി മാമം ജസാ ജനഃ. കാമഹീനേന, അതായത് ആഗ്രഹങ്ങളൊന്നും ഫലാപേക്ഷ കൂടാതെ മഹത്തായും വിഹിംസനം വർജിതേന, ഹിംസ ഒട്ടും ചെയ്യാത്തതായും ഹിംസയെ കംപ്ലീറ്റ്ലി ത്യജിച്ചിട്ടും ശസ്തേന പ്രശംസ പിടിച്ചു പറ്റുന്ന തരത്തിലുള്ളതും സ്വധർമാചരണേന കർമ്മയോഗേന, സ്വധർമ്മം ആയിട്ടുള്ള കർമ്മം, സ്വധർമ്മം അനുസരിച്ചിട്ടുള്ള കർമ്മം കൊണ്ടും മദ്ദർശന സ്തുതി മഹാപൂജാഭി, എൻ്റെ ദർശനം, അതായത് അമ്പലങ്ങളിൽ എവിടെ വെച്ചാൽ എന്നെ സ്തുതിക്കുക, പൂജ ചെയ്യുക എന്നിവയാലും സ്മൃതിവന്ദനേ, അതായത് എന്നെ സ്മരിക്കുക, വന്ദിക്കുക എന്നിവയാലും ഭൂതേഷു മദ്ഭാവനയ, എല്ലാ ഭൂതങ്ങളിലും എന്നെ കാണുകയും എൻ്റെ സാന്നിധ്യം, ഭഗവത് സാന്നിധ്യം കാണുകയും അസംഗേന, സംഘമില്ലായ്മയാലും അസത്യവർജനേഹി, അസത്യത്തിനെ ത്യജിക്കുന്നത് കൊണ്ടും, അതായത് സത്യം മാത്രം ആവുക. മഹതാം ബഹുമാനേന, മഹത്തുക്കളെ, അതായത് മഹാത്മാക്കളെ ബഹുമാനിച്ചുകൊണ്ടും ദുഃഖിനാം അനുകമ്പയ, ദുഃഖമുള്ളവരോട് അനുകമ്പ തോന്നിയും സ്വസമാനേഷു മൈത്രിയ, തനിക്കൊപ്പമുള്ളവരോട് മൈത്രി ഭാവവും നിഷേവയ, അതായത് ശമം ദമം അതൊക്കെ ഉള്ള വേണ്ട പോലെ അനുഷ്ഠിക്കുകയും അത് പരിചരിക്കുകയും വേദാന്ത്യ വാക്യശ്രവണാത്, വേദാന്തവാക്യങ്ങൾ കേൾക്കുക, അതായത് ഈ മഹാവാക്യങ്ങളൊക്കെ മമ നാമാനുകീർത്തനാൽ, എൻ്റെ നാമകീർത്തനത്താലും സത്സംഗേന, സത്സംഗം കൊണ്ടും ആർജവേന ഏവ, വളരെ ആർജവത്തോടു കൂടി സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അഹമ പരിവർജനാൽ, അഹങ്കാരത്തിനെ കളഞ്ഞും
അമലധർമ്മസ്യ കാംക്ഷയ, അമലമായ ധർമ്മത്തിൻ്റെ ആഗ്രഹത്താലും പരിശുദ്ധാന്തര ജന, പരിശുദ്ധമായ ഹൃദയത്തോടും കൂടിയ ജനം മദ്ഗുണശ്രവണാത് ഏവ, എൻ്റെ ഗുണങ്ങളെപ്പറ്റി കേൾക്കുന്നത് കൊണ്ട് തന്നെ മാം അഞ്ജസായാതി, എന്നെ വളരെ വിഷമമില്ലാതെ പ്രാപിക്കുന്നു. എന്താണ് ഹോൾ 6 ഒന്നിച്ച് പറയാച്ചാൽ, യാതൊരു ഫലകാംക്ഷ കൂടാതെയും ഒട്ടും ഹിംസ ഉള്ള കാര്യങ്ങളൊന്നും പ്രവർത്തിക്കാതെയും അഹിംസ പരിപാലിച്ചും സ്വധർമാചരണ സ്വരൂപമായിട്ടുള്ള മാത്രം കർമ്മങ്ങൾ ചെയ്തും എന്നെ പ്രാപിക്കാം. അതായത് ഫലകാംക്ഷ കൂടാതെ എന്നെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുക, പിന്നെ അഹിംസ നല്ലോണം ആചരിക്കുക, സ്വധർമ്മം അനുസരിച്ചിട്ട് കർമ്മം എന്നിൽ അർപ്പിതമായിട്ട് ചെയ്യുക, അതുകൊണ്ട് എന്നെ പ്രാപിക്കാം. പിന്നെയോ ഈ മുമ്പ് പറഞ്ഞ ഈ ഭക്തിയോഗം സാധിക്കാൻ സഹായിക്കുന്ന എന്തൊക്കെയാ ധർമ്മങ്ങൾ? കർമ്മം എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ അത് ഭക്തി വർദ്ധിപ്പിക്കും. പിന്നെ എൻ്റെ വിഗ്രഹങ്ങളെ കണ്ണുകൊണ്ട് കണ്ടും അവതാരങ്ങളെയൊക്കെ ധ്യാനിച്ചു കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടൊക്കെ പൂജ ചെയ്യുക, എൻ്റെ രൂപത്തെ മനസ്സാ എപ്പോഴും സ്മരിക്കുക, സർവചരാചരങ്ങളിലും എൻ്റെ സാന്നിധ്യം കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കാണുക. പിന്നെയോ യാതൊരു ഈ ലൗകിക വിഷയങ്ങളിലും വലിയ ആസക്തി ഇല്ലാതിരിക്കുക, എപ്പോഴും നമ്മുടെ വാക്കും മനസ്സും പ്രവൃത്തിയൊക്കെ സത്യമായിട്ടുള്ളത് മാത്രം ആചരിക്കുക, മഹാത്മാക്കളെ ബഹുമാനിക്കുക, ദുഃഖിക്കുന്നവരിൽ ധാരാളം കാരുണ്യം ഉണ്ടാവുക, അവനവനെ പോലുള്ളവരിൽ മൈത്രീഭാവം ഉണ്ടാവുക, പിന്നെ ശമദമാദി ഗുണങ്ങളെയൊക്കെ നല്ലോണം അനുഷ്ഠിക്കുക, വേദാന്തവാക്യങ്ങളൊക്കെ ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് അർത്ഥമൊക്കെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ട് കേൾക്കുക, ധാരമുറിയാതെ നാമങ്ങൾ ജപിച്ചു കൊണ്ടിരിക്കുക, സജ്ജനങ്ങളോടുകൂടി എപ്പോഴും സത്സംഗത്തിന് വേണ്ടി ശ്രമിക്കുക. പിന്നെയോ വേണ്ട പോലെ എല്ലാ പ്രവൃത്തികളും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള മനസ്സോടെ നേർവഴിയായിട്ട് ചെയ്യുക, നേർവഴിയോടെ എല്ലാ പ്രവൃത്തികളും ചെയ്യുക. ശരീരം ഇന്ദ്രിയം എന്നുള്ള ആ അഭിമാനത്തെ പറ്റണത്ര വിട്ടുകളയുക. പിന്നെയോ നിർമ്മലമായ ധർമ്മത്തെ തന്നെ ആഗ്രഹിക്കുക. എന്നീ കാര്യങ്ങൾ കൊണ്ട് മനസ്സ് ശുദ്ധീകൃതമായിട്ടുള്ള എല്ലാ ഭക്തന്മാരും എൻ്റെ ഗുണങ്ങളെ പറയുന്ന കഥകളെ കൊണ്ടും നാമകീർത്തനങ്ങൾ കൊണ്ട് തന്നെ ഒട്ടും വിഷമമില്ലാതെ എന്നെ തന്നെ പ്രാപിക്കും. അതായത് ഇപ്പോൾ എങ്ങനെയാണ് കർമ്മം കൊണ്ട് ഈ ഭക്തിയോഗത്തിൽ നല്ലോണം പുരോഗമിച്ച് എന്നെ പ്രാപിക്കുക എന്നാണ് ഇപ്പോൾ ഇതിലൊക്കെ പറഞ്ഞത്. പല 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 കാര്യങ്ങൾ പറഞ്ഞു ഇല്ലേ, അനവധി കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്താണ്, എൻ്റെ വിഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക, സ്തുതിക്കുക എന്നെ, പിന്നെ പുഷ്പം കൊണ്ട് പൂജ ചെയ്യുക അല്ലേ, എപ്പോഴും മനസ്സുകൊണ്ട് സ്മരിക്കുക, എല്ലാവരിലും ഈശ്വരനെ കാണുക, ഈശ്വര ചൈതന്യം എല്ലാവരിലും ഈശ്വര സാന്നിധ്യം കാണുക, പിന്നെ വലിയ ലൗകിക വിഷയങ്ങളിൽ ശ്രദ്ധ ഇല്ലാണ്ടിരിക്കുക, എല്ലാം സത്യം വാക്കും മനസ്സും പ്രവൃത്തിയൊക്കെ ധാർമ്മികവും സത്യത്തോടെയും ചെയ്യുക. പിന്നെ ദുഃഖം അനുഭവിക്കുന്നവരോട് പിന്നെ കരുണയും മഹാത്മാക്കളോട് ബഹുമാനവും ഒപ്പമുള്ളവരോട് മൈത്രീഭാവം പുലർത്തുക, വേദാന്ത വാക്യങ്ങളൊക്കെ ഗുരുമുഖത്തു നിന്ന് പഠിച്ച് അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, നാമങ്ങൾ ജപിക്കുക, സത്സംഗത്തിന് ശ്രമിക്കുക, എപ്പോഴും നേർവഴിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക, ദേഹാഭിമാനവും ഇന്ദ്രിയാഭിമാനവും ഒക്കെ വിട്ടുകളയാൻ നോക്കുക, നിർമ്മലമായിട്ടുള്ള ധർമ്മത്തെ മാത്രം ആഗ്രഹിച്ച് പ്രവർത്തിക്കുക. ഇങ്ങനെ കുറേ ചെയ്യുമ്പോൾ അന്ധകരണം പരിശുദ്ധാവും. അപ്പോൾ അങ്ങനത്തെ ഭക്തൻ എന്നെ വേഗം പ്രാപിക്കും എന്നാണ് അപ്പോൾ ഈ ഒരു
5 ശ്ലോകത്തിൽ പറഞ്ഞത്. മഹതാ കാമഹീനേന സ്വധർമാചരണേന ച കർമ്മയോഗേന ശസ്തേന വർജിതേന വിഹിംസനം മദ്ദർശനസ്തുതി മഹാപൂജാഭിസ്മൃതിവന്ദനൈ ഭൂതേഷു മദ്ഭാവനായ ആസംഗേന സത്യവർജനൈ ബഹുമാനേന മഹതാം ദുഃഖിനാം അനുകമ്പയാ സ്വസമാനേഷു മൈത്ര്യാ ച സമാധീനാം നിഷേവയാ വേദാന്തവാക്യശ്രവണാൻ മമ നാമാനുകീർത്തനാൽ സത്സംഗേനാർജവേനൈവാഹ്യഹമപരിവർജനാൽ കാംക്ഷയാമലധർമ്മസ്യ പരിശുദ്ധാന്തരോ ജനഃ മദ്ഗുണശ്രവണാദേവാ യാതി മാമം ജസാ ജനഃ. ഇങ്ങനെയൊക്കെ പരിശുദ്ധമായ മനസ്സുള്ള ആൾക്ക് എൻ്റെ കഥകൾ കേൾക്കുകയും എൻ്റെ കീർത്തനങ്ങൾ കേൾക്കുകയും മാത്രമേ വേണ്ടൂ. അപ്പോഴേക്കും എന്നെ തന്നെ പ്രാപിക്കും. ഇനി 65. യഥാ വായു വശാദ് ഗന്ധഃ സ്വാശ്രയാദ്ഘ്രണമാവിശേദ് യോഗ്യാഭ്യാസരതം ചിത്തമേവമാത്മാനമാവിശേദ്. വായുവശാദ് വായുവിനധീനമാക നിമിത്തം, ഗന്ധം മണം, സ്വാശ്രയാദ് അതിൻ്റെ അധിഷ്ഠാനത്തിൽ നിന്ന്, യഥാ ഘ്രാണം ആവിശേദ് ഏതുവിധമാണ് ഈ ഘ്രാണം പ്രവേശിക്കുന്നത്, ഏവം ഇപ്രകാരം യോഗാഭ്യാസരതം ചിത്തം യോഗാഭ്യാസത്തിൽ മുഴുകിയ മനസ്സ് ആത്മാനം ആവേശിച്ചത് ആത്മാവിനെ ആവേശിക്കും. എന്താ പറയുക, ഈ വായു അടിക്കുമ്പോഴേ, അതായത് കാറ്റ് വരുമ്പോൾ നമുക്ക് സുഗന്ധം അനുഭവപ്പെടുമല്ലോ. ആ പുഷ്പങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന ആ സുഗന്ധം എങ്ങനെയാണ് കാറ്റടിച്ച് നമ്മുടെ മൂക്കിനെ പ്രാപിക്കുന്നത് അല്ലേ? പുഷ്പങ്ങളിലാണല്ലോ സുഗന്ധമുള്ളത്. ആ സുഗന്ധം കാറ്റടിക്കുമ്പോൾ നമ്മുടെ ഘ്രാണേന്ദ്രിയം മൂക്കുകളിൽ പ്രവേശിക്കുമല്ലോ, നാസികകൾ പ്രവേശിക്കുന്ന അതുപോലെയാണ് യോഗാഭ്യാസത്തിൽ മുഴുകിയ മനസ്സ് ആനന്ദസ്വരൂപമായിട്ടുള്ള ആത്മാവിനെയും പ്രാപിക്കും എന്ന് പറയുകയാണ്. കാറ്റത്തെ പുഷ്പങ്ങളുടെ മണം നമ്മുടെ നാസികകളിൽ വരണ പോലെ യോഗാഭ്യാസത്തിൽ മുഴുകിയിട്ട് അല്ല യോഗാഭ്യാസത്തിൽ രമിക്കുന്ന അല്ലെങ്കിൽ യോഗാഭ്യാസം ധാരാളം ചെയ്യുന്ന ഒരു മനസ്സ് ആനന്ദസ്വരൂപമായിട്ടുള്ള എന്നെയും അതുപോലെ പ്രാപിക്കും. യഥാ വായുവശാത് ഗന്ധഃ സ്വാശ്രയാത് ഘ്രണമാവിശേദ് യോഗാഭ്യാസരതം, അതായത് യോഗാഭ്യാസത്തിൽ രമിക്കുന്നവനർത്ഥം. ചിത്തമേവം ആത്മനമാവിശേദ്, അങ്ങനെ അവരും സ്വസ്വരൂപമായിട്ടുള്ള ആത്മാവിനെ പ്രാപിക്കുന്നു. 66. സർവേഷു പ്രാണിജാതേഷു ഹ്യഹമാത്മാ വ്യവസ്ഥിത തമജ്ഞാത്വാ വിമൂഢാത്മാ കുരുതേ കേവലം ബഹി. സർവേഷു പ്രാണിജാതേഷു, സർവപ്രാണിവർഗങ്ങളിൽ, അഹം ഹി ആത്മാവ്യവസ്ഥിത, ഞാൻ തന്നെയാണ് എല്ലാവരുടെ ആത്മാവായിട്ട് വിളങ്ങണത്. തം അജ്ഞാത്വ, ആ എന്നെ അറിയാതെ, വിമൂഢാത്മാ വിഡ്ഢികൾ, ബഹി കേവലം കുരുതേ, പുറമേണ് മാത്രം ചെയ്യുന്നു. എന്താ, ഈ ഭേദഭാവന ഉണ്ടാവുകൊണ്ടാണ് നമുക്ക് ഈ ചിത്തശുദ്ധി ഇല്ലാത്തതേ. ഒരാൾ വലുതാണ്, ഒരാൾ ചെറുതാണ്, ഒരാൾ സ്ത്രീയാണ്, ഒരാൾ പുരുഷനാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എൻജിനീയറാണ്, ഞാൻ ടീച്ചറാണ്, ഞാൻ സ്ത്രീയാണ്, പുരുഷനാണ്, ഞാൻ വലിയ കുലത്തിൽ ജനിച്ചതാണ്, ഞാൻ ചെറിയ കുലത്തിൽ ജനിച്ചതാണ്. ഇങ്ങനെയുള്ള എന്ത് തരത്തിലുള്ള ഭേദഭാവനയും കാരണമാണ് നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാവാത്തത്. അപ്പോൾ ഈ ഭേദഭാവന നശിച്ചാലല്ലാതെ ചിത്തശുദ്ധി ഉണ്ടാവില്ല. ആ ഒരു തത്വത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ പറയാൻ പോണ ശ്ലോകം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ പ്രതിമയിൽ മാത്രമേ ഈശ്വരനുള്ളൂ എന്ന് വിശ്വസിക്കണ്ടല്ലോ, അതന്നെ ഭേദഭാവനയാണല്ലോ. അപ്പം അതുകൊണ്ടാണ് അങ്ങനത്തെ പൂജ നിന്ദിക്കുകയാണ്. എന്താ വെച്ചാൽ സകല പ്രാണിവർഗങ്ങൾ, സർവ്വജീവജാലങ്ങളുടെയും ആത്മാവായിരിക്കുന്ന ആളാണ് ഭഗവാൻ. അതാണ് പറയുന്നത്, സകല പ്രാണിവർഗങ്ങളുടെ ആത്മാവാണ് ഞാൻ. ഭഗവാൻ പറയാണല്ലോ, എന്നെ ആ വിധം എല്ലാവരുടെയും അന്തര്യാമിയായി അറിയാതെ വിഡ്ഢിയായിട്ടുള്ള മനുഷ്യൻ പുറത്താണ് ഞാൻ ഉള്ളതെന്ന് വിചാരിക്കുകയാണ്. അതായത് ഈ പ്രതിമയിലോ ഒരമ്പലത്തിൻ്റെ ഉള്ളിലത്തെ പ്രതിമയിലോ മാത്രമേ ഞാനുള്ളൂ എന്ന് വിചാരിക്കുകയാണ്. എന്നിട്ടാണ് അതിനെ പൂജിക്കണത്. ബാക്കി പക്ഷേ
പുറത്തൊന്നിനും ഉണ്ടെന്ന് അറിയണില്ല. എല്ലാറ്റിൻ്റെ ഉള്ളിലും ഞാനാണ്. അതറിയാതെ ഒരു പ്രതിമയുടെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ ഒരു പ്രതിമയുടെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോൻ്റെ അത് മാത്രമേ ഉള്ളൂ. അവിടെ പ്രാർത്ഥിക്കും. തിരിഞ്ഞാൽ എല്ലാവരോടും ഭേദഭാവനയാണ്. ഒരിക്കലും ചിത്തശുദ്ധി വരില്ല എന്ന് പറയാണ്. സർവേഷു പ്രാണിജാതേഷു ഹ്യഹമാത്മാ വ്യവസ്ഥിത തമജ്ഞാത്വാ വിമൂഢാത്മാ കുരുതേ കേവലം ബഹി. ഇനി 67 68 ക്രിയോൽപ്പന്നൈർനേകഭേദൈർദ്രവ്യൈർമേ തോഷണം ഭൂതാവമാനിനോർച്ഛായാമർച്ചിതോഹം ന പൂജിത താവന്മാമർച്ചയേ ദേവം പ്രതിമാദൗ സ്വകർമ്മഭി യാവൽ സർവേഷു ഭൂതേഷു സ്ഥിതം ചാത്മനി ന സ്മരേത്. എന്താ പറഞ്ഞ? ക്രിയോൽപ്പന്നൈഹി നൈകഭേദൈഹി, അതായത് ക്രിയയിൽ നിന്നുണ്ടാകുന്ന ബഹുവിധ പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് അമ്പ ഹേ മാതാവേ മേ ന തോഷണം, എനിക്ക് സന്തോഷമില്ല. എനിക്ക് ഒരുപാട് ദ്രവ്യങ്ങൾ സമർപ്പിച്ചിട്ട് എനിക്ക് അനവധി സാധനങ്ങളെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അതൊക്കെ എനിക്ക് നൈവേദ്യമായിട്ട് തരിക, അതുകൊണ്ടൊന്നുമല്ല ഞാൻ സന്തോഷിക്കണത്. ഭൂതാവമാനിന, ഭൂതങ്ങളെ അവമാനിക്കുന്നവനാൽ, അതായത് ഭേദഭാവനയോടുകൂടി എല്ലാ ഭൂതങ്ങളെയും കാണുന്നവർ, അല്ലെങ്കിൽ എല്ലാവരിലും എൻ്റെ സാന്നിധ്യം കാണാത്തവർ, അർച്ചായാം പ്രതിമയിൽ അർച്ചിത അഹം, പൂജിക്കപ്പെട്ട ഞാൻ, ന പൂജിത, എല്ലാവരുടെ ഉള്ളിലുള്ള എന്നെ കാണാതെ വെറും ഒരു പ്രതിമയിൽ മാത്രം എന്നെ കണ്ട് പൂജിക്കുന്നവൻ പൂജ ചെയ്യുന്നില്ല എന്നെ പറയുന്നുണ്ട്. അതൊരു പൂജയല്ല. ഒരു പ്രതിമയിൽ എന്നെ കണ്ട് പൂജിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധമില്ല. പക്ഷേ ഞാൻ സർവ്വജീവജാലങ്ങളിലും ഉണ്ട് എന്ന് കാണണം. എല്ലാവരുടെ ഉള്ളിലും ഈ ഞാൻ തന്നെയാണെന്ന് അറിയാതെ ഈ പ്രതിമയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിചാരിച്ച് പൂജിക്കണുണ്ടല്ലോ, അത് പൂജയല്ല. എനിക്ക് എന്തെല്ലാം ദ്രവ്യങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി ആ പ്രതിമയുടെ മുമ്പിൽ വെച്ചാലും സന്തോഷിക്കില്ല ഞാൻ. എങ്ങനെയായാൽ നിങ്ങൾ ബാക്കിയുള്ളവരുടെ ഉള്ളിലൊന്നും എന്നെ കാണാതെ ഭേദഭാവനയോടി നീ നികൃഷ്ടൻ, നീ ഉത്കൃഷ്ടൻ, നീ താഴ്ന്ന കുലത്തിൽ ജനിച്ചവൻ, നീ ഉയർന്ന, അങ്ങനെയുള്ള ഭേദഭാവന ഉള്ളിടത്തോളം കാലം എന്തൊക്കെ ദ്രവ്യങ്ങൾ തന്ന് എന്നെ എന്തൊക്കെ ദ്രവ്യങ്ങൾ എനിക്ക് നൈവേദ്യമായി തന്നാലും എന്നെ പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല. എന്തൊക്കെ പൂജ ചെയ്താലും ബാക്കിയുള്ളവരെ അവമാനിക്കുന്ന ഒരാളെ എന്നെ എത്ര പൂജ ചെയ്താലും അത് പൂജയല്ല, ഞാൻ പൂജിക്കപ്പെടുന്നില്ല. സർവേഷു ഭൂതേഷു, സർവഭൂതങ്ങളിലും ആത്മനീച്ച, ആത്മാവിലും സ്ഥിതം മാം, സ്ഥിതി ചെയ്യുന്ന എന്നെ യാവത് ന സ്മരേത്, ഏതുവരെ സ്മരിക്കില്ലയോ താവത് അതുവരെ സ്വകർമ്മഭി, തൻ്റെ കർമ്മ കൊണ്ട് പ്രതിമാദവും, പ്രതിമ മുതലായതിൽ ദേവം മാം, ദേവനായ എന്നെ അർച്ചിക്കണം. എന്താ പറഞ്ഞ വെച്ചാൽ ഈ കർമ്മഭേദങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന പലതരത്തിലുള്ള നൈവേദ്യദ്രവ്യങ്ങളൊന്നും സമർപ്പിക്കണമുണ്ട്. ഹേ അമ്മേ, കൗസല്യോട് പറയാണല്ലോ എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഈ അന്യപ്രാണികളെയോ അന്യജീവികളെയോ അന്യ മനുഷ്യന്മാരെയോ ആരെയായാലും ദ്രോഹിക്കുകയോ അവമാനിക്കുകയോ ചെയ്യണ ഒരാൾ പ്രതിമാദികൾ എന്നെ പൂജിക്കുന്നു എന്നാലും ഞാൻ പൂജിക്കപ്പെടുന്നില്ല, അവൻ എന്നെ പൂജിക്കണതേ ഇല്ല എന്നുള്ള പോലെയാണ്. അവൻ്റെ പൂജ ഒരു യഥാർത്ഥ പൂജയൊന്നുമല്ല. എന്നാൽ പ്രതിമേനെ എന്നെ പൂജിക്കണ്ട എന്നല്ല ഞാൻ പറയണത്. സർവഭൂതങ്ങളിലും പൂജിക്കുന്നവനിലും എല്ലാവരിലും എൻ്റെ സാന്നിധ്യം കണ്ടു ആത്മസ്വരൂപനായിരിക്കുന്ന എന്നെ എല്ലാ ദിക്കിലും സർവത്ര സമമായിട്ട് കാണാനുള്ള ബോധം ഉണ്ടാകുന്നത് വരെ നിങ്ങളുടെ ധർമ്മവും ആശ്രമവും എല്ലാം അനുസരിച്ച് നിത്യനൈമിത്യ കർമ്മങ്ങളൊക്കെ ചെയ്ത് പ്രതിമാദികളിൽ എന്നെ പൂജിക്കണം. ഞാൻ പ്രതിമാദികളിൽ പൂജിക്കണ്ട എന്ന് പറയണില്ല. പക്ഷേ ആ പൂജയുടെ ഫലം എന്താ? ഭേദഭാവന നീങ്ങലാണ്. അപ്പോൾ ഈ പൂജയൊക്കെ ചെയ്യേണ്ട, പക്ഷെ ഭേദഭാവന ഒട്ടും നീങ്ങണില്ല ചോട്ടെ, ആ പൂജ വ്യർത്ഥാണ്. നിങ്ങൾ പ്രതിമയിൽ പൂജിക്കാൻ തുടങ്ങിക്കോളൂ, ആദ്യം പ്രതിമയിൽ കണ്ടിട്ട്. പക്ഷേ ആ പ്രതിമയിൽ എന്നെ കണ്ട് പൂജിക്കുന്നതിൻ്റെ ഫലം എന്താ?
പതുക്കെ ഇപ്പോൾ കണ്ട് എല്ലാ ജീവജാലങ്ങളിലും എന്നെ കാണണം. അപ്പം ആരെയും അവമാനിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്, അങ്ങനെ ആവണില്ല ചോട്ടെ. എന്നാൽ അങ്ങനെ ഭേദഭാവന വിടയില്ല ഹോൾ ലൈഫ് വെച്ചാൽ പിന്നെ എന്നെ പൂജിച്ചത് വ്യർത്ഥാണെന്ന് മാത്രമല്ല, ഞാൻ ആക്ച്വലി യഥാർത്ഥത്തിൽ പൂജിക്കപ്പെടുന്നത് പോലും ഇല്ല. ആദ്യം പ്രതിമയിൽ തുടങ്ങിയിട്ട് എല്ലാവരിലും ഈശ്വര ചൈതന്യം കാണുന്നെ വേണം. ഭേദഭാവന ഇല്ലാതെ ആവണം, ഭേദഭാവന നശിക്കണം, സമഭാവന തന്നെ വേണം. അപ്പോൾ ഈ പൂജ കൊണ്ടിടക്ക ഫലം എന്താ? സമഭാവനയാണ്. അതില്ലെങ്കിൽ എത്ര കാലം പൂജിച്ചാലും ഞാൻ പൂജിക്കപ്പെടുന്നില്ല എന്നാണ്. അതായത് പ്രതിമാതകൾ പൂജിച്ചിട്ട് ഒരു വ്യത്യാസമല്ലേ മനസ്സിന് വെച്ചാൽ പിന്നെ കാര്യമില്ലല്ലോ. അതാണ് പൂജിക്കുന്നതിന് വേണ്ടാന്നല്ല പറയണത്. എന്നെ സർവത്ര സമമായിട്ട് കാണാനുള്ള ബോധം ഉണ്ടാകുന്നത് വരെ പ്രതിമാതകൾ എന്നെ പൂജിച്ചോളൂ. പക്ഷെ അതിൻ്റെ ഫലം എന്താണെന്ന് കൂടി വിചാരിക്കണം. പതുക്കെ കണ്ട് സമഭാവന ഉണ്ടാവണം, അല്ലെങ്കിൽ ഭേദഭാവന നശിക്കണം. ക്രിയോൽപ്പന്നൈർനൈകഭേദൈർദ്രവ്യൈർമേ നാമ്പതോഷണം ഭൂതാവമാനിനോർച്ഛായാർമർച്ചിതോഹം ന പൂജിത താവന്മാമർച്ചയേദ്ദേവം പ്രതിമാദൗ സ്വകർമ്മിഭിः യാവൽ സർവേഷു ഭൂതേഷു സ്ഥിതം ചാത്മനി ന സ്മരേത്. യസ്തു ഭേദം പ്രകുരുതേ ആത്മനശ്ച പരസ്യ ച ഭിന്നദൃഷ്ടിർഭയം മൃത്യുസ്തസ്യ കുര്യാന്ന സംശയഃ. ആത്മനഃ ച ആത്മാവിനും പരസ്യ ച പരനും ഭേദത്തെ യഹ കുരുതേ ആരാണ് വിചാരിക്കുന്നവർ സഹ ഭിന്നദൃഷ്ടി അവൻ ഭേദബുദ്ധിയോട് കൂടിയവൻ തന്നെയാണ്. തസ്യ അവന് മൃത്യു യമൻ ഭയം കുര്യാത് ഭയത്തെ ജനിപ്പിക്കും എന്ന സംശയമില്ല. എന്താ പറഞ്ഞ, അതായത് താനും അന്യനും വേറെ തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്താ? അഹന്തയും മമതയും പോവാത്തോടത്തോളം കാലം താൻ വേറെ അന്യൻ വേറെ എന്നൊരു വിചാരമുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ഈ പ്രാണികളിലൊക്കെ കാണുന്ന ജീവചൈതന്യവും സർവത്ര പരിപൂർണനായി വിളങ്ങുന്ന ഈശ്വര ചൈതന്യവും ഒന്നല്ല, അത് രണ്ടാണെന്ന് എത്ര കാലം വിചാരിക്കണോ അത്ര കാലം ആ ആളെ സമഭാവന ഉള്ള ആളെന്ന് പറയാൻ പറ്റില്ല. അതായത് എല്ലാ ജീവജാലങ്ങളിലും ഉള്ള ആ ചൈതന്യം തന്നെയാണ് ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് ചൈതന്യം എന്ന് മനസ്സിലാവാത്തോളത്തോളം കാലം അയാൾക്ക് ഭേദഭാവന ഉണ്ടെന്ന് പറയാൻ വയ്യ. അങ്ങനെ ഭേദഭാവന ഭേദഭാവന നശിക്കുന്നത് വരെ, നശിച്ചിട്ടില്ലെങ്കിൽ അത് നശിക്കുന്നത് വരെ ആ ആൾക്ക് പുനർജന്മ മരണം ഭയം ഉണ്ടാവുക തന്നെ ചെയ്യും. മരണഭയം ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഈ ജനന മരണ ചക്രത്തിൽ പിന്നെയും വന്ന് പോകേണ്ടിയും വരും, അതിൽ ചുറ്റി തിരിയേണ്ടി വരും, സംശയമില്ല എന്നാണ് പറയുന്നത്. അതായത് ഭേദഭാവന നശിക്കണ വരെ നമുക്ക് കർമ്മബന്ധനമുണ്ട്. എന്നിട്ട് അതായത് ഭേദഭാവന നശിച്ചാലേ ഈശ്വരാർപ്പണമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാവരെയും സമഭാവനയോടുകൂടി കാണാനേ. ആ സമഭാവന നശിക്കുന്നത് വരെ നമുക്ക് ഈ സംസാര ചക്രത്തെ ചുറ്റിത്തിരിയന്നെ പറ്റുള്ളൂ, അല്ല അത് യാതൊരു സംശയവും ഇല്ല എന്നാണ്. യസ്തു ഭേദം പ്രകുരുതേ ആത്മനശ്ച പരസ്യ ച ഭിന്നദൃഷ്ടിർഭയം മൃത്യു തസ്യ കുര്യാം ന സംശയഃ. 70 കൂടിയും ചെയ്യാം. മാമത സർവഭൂതേഷു പരിച്ഛിന്നേഷു സംസ്ഥിതം ഏകം ജ്ഞാനേന മാനേന മൈത്രിയ വാർച്ചേദന്യധീഹി. അതുകൊണ്ട് പരിച്ഛന്നേഷു സർവഭൂതേഷു പരിച്ഛിന്നങ്ങളായ സർവഭൂതങ്ങളിലും സംസ്ഥിതം ഏകം മാം എല്ലാറ്റിലും സ്ഥിതി ചെയ്യുന്ന ഏകനായ എന്നെ, ഏകം മാം ജ്ഞാനേന ജ്ഞാനം കൊണ്ടും മാനേന മാനം കൊണ്ടും മൈത്രിയാവ മൈത്രി കൊണ്ടും അനന്യബുദ്ധിയോട് കൂടാത്തവനായിട്ട് അർച്ചിക്കണം. എന്താ പറഞ്ഞത്? അതുകൊണ്ട് ഈ കാണുന്ന സകല ഭൂതങ്ങളിലും ഒരുപോലെ വസിക്കുന്ന അപരിച്ഛിന്നനും ഏകനുമായിരിക്കുന്ന എന്നെ അറിയണം. സർവഭൂതങ്ങളുടെയും അന്തര്യാമിയായ എന്നെ മാനിക്കണം. സർവഭൂതങ്ങളിലും മിത്രഭാവം ഉണ്ടാവണം, മൈത്രിഭാവം ഉണ്ടാവണം. ഇങ്ങനെ
ഞാനല്ലാതെ അന്യമായിട്ട് യാതൊന്നും ഇല്ല എന്നുള്ള ദൃഢമായ ഭാവനയോടുകൂടി പൂജിക്കണം. ഈ എല്ലാം ഭഗവാനാണ്, എല്ലാം ബ്രഹ്മമാണ് എന്ന് തന്നെ വിചാരിച്ചിട്ട് വേണം. എല്ലാം ബ്രഹ്മെന്നും എല്ലാം ഭഗവാൻ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഞാനൊരുവൻ അല്ലാതെ അന്യായിട്ട് ഇവിടെ യാതൊന്നുമില്ല എന്നുള്ള ദൃഢമായ ഭാവനയോട് കൂടിയിട്ട് എന്നെ പൂജിക്കണം. അതുതന്നെയാണ് യഥാർത്ഥമായ പൂജ എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. അതായത് എന്താ ഇപ്പോൾ അവസാനം പറഞ്ഞു വെച്ചാൽ, സർവഭൂത നിവാസിയായിട്ടുള്ള ഭഗവാനെ എല്ലാ ദിക്കിലും കണ്ട് ആ ഭഗവാനല്ലാതെ ഇവിടെ അന്യമായിട്ട് യാതൊന്നുമില്ല എന്ന ദൃഢമായ വിശ്വാസത്തോടെ എന്നെ ഭജിച്ചാൽ അതാണ് യഥാർത്ഥ പൂജ. മാമത സർവഭൂതേഷു പരിച്ഛിന്നേഷു സംസ്ഥിതം ഏകം ജ്ഞാനേന മാനേന മൈത്ര്യ വാർച്ചതേ ധന്യധീഹി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പാ ശരണം.